ഗുരുവായൂർ നഗരസഭയാണ് അവിടെ ബയോ പാർക്കിന് നിർമ്മിച്ച സ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ആ പ്രതിമ ഗാന്ധിജിയുടേതാണെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. പക്ഷേ അതിനെതിരെ പ്രതിഷേധം വ്യാപകവുമാണ്. എന്താണ് ഇങ്ങനൊരു പ്രതിമയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങുന്നത്? അവരും ഈ അധികാരികളോട് പറയുന്നു, നഗരസഭാ അധികൃതരോട് പറയുന്നു, പൊതുജനം കഴുതയല്ല സാറേ എന്ന്. കാണാം ആ റിപ്പോർട്ട്. ഗുരുവായൂരിൽ നഗരസഭ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതിമ തന്നെ വിവാദത്തിലായിരിക്കുകയാണ്. കലാകാരന്റെ കലാസൃഷ്ടിയാണ് പ്രതിമയെന്ന് നഗരസഭയും ഗാന്ധിയെ അപമാനിക്കുന്നതായി പ്രതിമയെന്ന BJPയും കോൺഗ്രസും ആരോപിക്കുന്നു. ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിൽ കോട്ടപ്പടിയിൽ ആരംഭിച്ച ബയോ പാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയാണ് തർക്കങ്ങൾക്ക് കാരണം. മുൻ നഗരസഭാ കൗൺസിലറും ശില്പിയുമായ സ്വരാജാണ് പ്രതിമ നിർമ്മിച്ചത്. കണ്ണട ധരിച്ച വടിയൂന്നി മഹാത്മാവ് നിൽക്കുന്ന രൂപത്തിലാണ് ശില്പത്തിന്റെ നിർമ്മാണം. എന്നാൽ ഗാന്ധിയുമായി ഈ ശില്പത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ശില്പത്തിലൂടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുകയാണെന്നുമാണ് ആരോപണം. മുനിസിപ്പൽ ചെയർമാനും ശില്പിയൊക്കെ പറയുന്നത്, ശില്പി CPM മുൻ കൗൺസിലറാണ്. മുനിസിപ്പൽ ചെയർമാനും ശില്പിയൊക്കെ പറയുന്നത് ഇത് കണ്ട ഒരു ആർട്ട് രൂപത്തിലാണ്. ആർട്ടാണെങ്കിലും ഇങ്ങനെയാണോ ഗാന്ധിനെ വികൃതമാക്കുക? ആർട്ടിൽ തന്നെ ഗാന്ധിജിയെ മനോഹരമാക്കാലോ. എത്രയും മനോഹരമായി ആർട്ട് രീതിയിൽ ആക്കാം. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കുന്നത് ബോധപൂർവം തെറ്റ് ചെയ്തു എന്നതിന്റെ തെളിവാണ്. എത്രയോ മനോഹരമായ ആർട്ടുകൾ ഗാന്ധിജിയുടെ ശില്പങ്ങളുണ്ട്. ഇങ്ങനെ വികൃതമാക്കുന്ന ആർട്ടല്ല ഉള്ളത്. വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസും BJPയും CPM ഭരണസമിതിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബയോ പാർക്ക് ഉദ്ഘാടനത്തിലാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഉദ്ഘാടന പരിപാടിയിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കലാകാരന്റെ കരവിരുതെന്ന് വ്യാഖ്യാനിച്ച് വിമർശനങ്ങളെ അവഗണിച്ചതായും ആരോപണമുണ്ട്. അതേസമയം നഗരസഭ ആഗ്രഹിച്ച പ്രതിമയല്ല നിർമ്മിച്ചതെന്നും ശില്പി സമയപരിധിക്കുള്ളിൽ നിർമ്മിച്ച പ്രതിമ കൂടുതൽ മനോഹരമാക്കുമെന്നുമാണ് ചെയർമാൻ M. കൃഷ്ണദാസ് നൽകുന്ന വിശദീകരണം. നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ മനസ്സിലാക്കിയോടത്തോളം 1000-ഓളം കിലോ അത് വരും. അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് തന്നെ വെച്ച് അവരത് സ്റ്റാൻഡൊക്കെ വെച്ച് ഇന്നു മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ. ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇവരുടെ അതായത് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന LDF സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മരണപ്പെട്ടു പോയ നേതാക്കളുടെയോ പ്രതിമ ഇത്തരത്തിൽ അവര് അനാച്ഛാദനം ചെയ്യാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ അവർ തയ്യാറാണോ? എന്തു തന്നെ ആയാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല. പ്രതിമ പുനർനിർമ്മിക്കുന്നതിലൂടെ വിവാദങ്ങളെ മറികടക്കാമെന്നതാണ് ഗുരുവായൂർ നഗരസഭ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഒന്നോർക്കണം, ഈ നിർമ്മാണവും പുനർനിർമ്മാണവുമെല്ലാം പൊതുജനത്തിന്റെ പണത്തിലാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.